ഈ സെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഞങ്ങളൊരു ഗ്രിൽ ചിക്കൻ ഒക്കെ ഉണ്ടാക്കണ ഒരു BTS കണ്ടിട്ടുണ്ടായിരുന്നു. പൊതുവേ ജിത്തു ജോസഫ് സിനിമകളിലെ സെറ്റുകളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും, ആ ഒരു വൈബ് മെയിൻ. അല്ല, അതായത് ഒരു സോങ് കട്ടിൻ്റെ ഭാഗമായിരുന്നത്. അത് വിഷ്വലിലുണ്ട്. അതിനുവേണ്ടി ഗ്രിൽ ചിക്കനും മറ്റേ ലിക്കറും ഒക്കെ എടുത്ത് വെച്ച് അവിടെ നിന്നപ്പോൾ ഏതായാലും തണുപ്പാണ്, പിന്നെ ഒരെണ്ണം എടുത്ത് അടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് നമ്മളും എടുത്തങ്ങ് കഴിച്ചു. അപ്പോൾ അവിടെ BTS കഴിക്കുന്ന ആൾ അതെടുത്തിട്ട് റീലാക്കി. അപ്പം എല്ലാവരും ചോദിച്ചു, ജിത്തു കള്ളൂടി. ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ കള്ളു കുടിച്ച് ഇവിടെ റോട്ടിൽ കൂടെ പിന്നെ നടക്കുന്നത്. നമ്മൾ രണ്ടെണ്ണമൊക്കെ പഠിക്കും, നമ്മളൊരു സോഷ്യൽ ഡ്രിങ്കറാണ്. ഇതിനെക്കുറിച്ച് എന്തിനാ ചെയ്യുന്നത്? പണ്ടൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ ബാറിലൊക്കെ ഇങ്ങനെ നാട്ടിലൊക്കെ ബാറിലൊക്കെ കയറുമ്പോൾ ഇതിനാൽ കള്ളു കുടിക്കാൻ പ്രായപൂർത്തിയായതിനു ശേഷം നമ്മൾ ബാറിൽ ചെന്നുമ്പോൾ അവിടെ ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ, അതായത് നമ്മൾ ഏതാണ്ട് വലിയ ഘോര പാവം ചെയ്യാനായിട്ട് ചെന്നിരിക്കുന്ന പോലെ തന്നെ. അവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായില്ല എന്തിനാ അങ്ങനെ റിയാക്ട്. നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ടാൽ ഇങ്ങനെ അതുപോലെ അവിടെ കള്ളു വന്നപ്പോഴത്തേക്കും ഇത് മാറി. ഇവിടെ എല്ലാവർക്കും അറിയാം, മനുഷ്യർ കഴിക്കുന്നതാണ് ഇതാണെന്നൊക്കെ അറിയാം. അപ്പം ഞങ്ങളത് ചെയ്തു. അപ്പോൾ കുറേ പേര് എന്നെ ചോദിച്ചു, ഇതെന്താ ഇത് ഇങ്ങനെ കള്ളു? ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ പൊളിച്ചും മറക്കാനൊന്നുമില്ല, ഞാൻ രണ്ടെണ്ണം കഴിക്കുന്ന കൂട്ടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടെ നമ്മളെ വർക്കിന് അത് ഭയങ്കര രസമായിരുന്നു, വർത്താനമൊക്കെ പറഞ്ഞ് ഇത് ചെയ്ത്. എന്നാൽ ഇവരാരും കഴിക്കുന്നുമില്ലായിരുന്നു. ഇവരൊക്കെ മറ്റേ ആപ്പി ജ്യൂസ് അല്ലായിരുന്നു. ഞാൻ പിന്നെ ഷോർട്ടിലെ ആപ്പി പോലും കുടിച്ചില്ല. ഞാൻ പറഞ്ഞു അതിൽ നിറച്ച് ഷുഗർ ആണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം അതും കുടിച്ചില്ല. പക്ഷെ ഗ്രിൽ ചിക്കനും കഴിക്കാൻ കൊള്ളില്ലായിരുന്നു. നമ്മുടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഗ്രിൽ ചിക്കൻ ഉണ്ടല്ലോ, അത് ഭംഗിയാവാൻ വേണ്ടി കുറെ അതില് ആട്ടുകാര് കുറെ പണിയെടുക്കും. അവസാനം ആർക്കും കഴിക്കാൻ പറ്റില്ല, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഗോകുലിന് എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റ് വൈബും? സെയിം. എനിക്കൊന്നും ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ലൈക്ക് ഫൺ സെറ്റ് ആയിരുന്നു. ഇത് ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് ഇപ്പോൾ സാറിൻ്റെ അടുത്ത് എന്ത് സജഷൻസ് വേണമെങ്കിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം, നമുക്ക് തോന്നുന്ന സംശയങ്ങൾ ചോദിക്കാം. സാറത് ഭയങ്കര ഓപ്പണായിട്ട് ഭയങ്കര എന്തിനും ഓപ്പണായിട്ടുള്ള രീതിയിൽ കേൾക്കും. അപ്പോൾ വർക്ക് ചെയ്യാൻ ഭയങ്കര സുഖമായിരുന്നു. ഞാൻ ഏറ്റവും വലിയ സാധനം നൈറ്റ് ഷൂട്ട് 2 മണി വരെ ഉള്ളൂ എന്നുള്ളതാണ്. അതൊരു സൺറൈസ്. പക്ഷേ അത് 2 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മൾ വീട്ടിലെത്തി. ഇത്തിരി സ്ട്രെയിൻ ആയാലും പ്രശ്നമാണ്. അത് പണ്ടും അങ്ങനെയായിരുന്നു. അല്ല, പണ്ട് അങ്ങനെയല്ലായിരുന്നു. ഇതിൽ മറ്റേ മെമ്മറീസ് ഒക്കെ വർക്ക് ചെയ്തപ്പോൾ രാവിലെ 6 മണി വരെയൊക്കെ ഷൂട്ട് ചെയ്യായിരുന്നു. പക്ഷേ നമ്മൾ ഓവർ സ്ട്രെയിൻ ചെയ്യുന്നതും ചീത്തയാണ്. അന്നെന്നൊക്കെ പറയുമ്പോൾ ഒരു പരിധിക്കപ്പുറം ബഡ്ജറ്റ് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഷൂട്ട് ചെയ്യും. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കി, നമ്മൾ ആരോഗ്യം നോക്കണ്ടേ. എൻ്റെ മാത്രമല്ല, എൻ്റെ ഇതിന് ഒരു കംഫർട്ടായിട്ട് വർക്ക് ചെയ്യണം. അപ്പം അത് പ്രൊഡക്ടിവിറ്റിയും അതിന് ഗുണം ചെയ്യും. അപ്പം അതുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് വന്നു. പിന്നെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങി ഷൂട്ട് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ ഈ 2 മണിയാകുമ്പോൾ ഒരു നിർത്തിയൊരു ഗുണം വെച്ചാൽ 9 മണിക്ക് 9:30 ആകുമ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചു. അത് കഴിഞ്ഞ് 2 മണിയാകുമ്പോൾ ഓക്കെ. ഈ 2 മണിക്ക് അപ്പുറത്തേക്ക് പോയാൽ ഇവര് ബ്രെഡും ജാമും തേച്ചോണ്ടിങ് വരും. പിന്നെ ആ ഇതിന്റെ 2-ന്റെ 5 മണിക്ക് ഇടയ്ക്ക് ഒരു തീറ്റയുണ്ട്. അപ്പൊ അത് അനാവശ്യ തീറ്റയായി മാറും. മനസ്സിലായോ? ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ആക്ച്വലി പ്രൊഡക്ടിവിറ്റി ക്വാർട്ടർ ആവും ഒരുപാട്. പക്ഷെ നമ്മൾ എപ്പോഴൊക്കെയോ ചില ദിവസങ്ങളിൽ എപ്പോഴോ ഫുൾ നൈറ്റ് വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം തീർത്തേ പറ്റൂ. അപ്പം നമ്മൾ ഇച്ചിരി സ്ട്രെയിൻ എടുക്കും.